രാധേ, ഇന്നെന്താ സന്ധ്യക്കെന്നെ കൂവി വിളിച്ചോണ്ട് വരുന്നേ? സന്ധ്യക്ക് കൂവുന്ന കോഴിയെ ഉടനെ പിടിച്ച് കറി വയ്ക്കണമെന്ന്. എന്താ പിടിച്ച് കറി വയ്ക്കാൻ പ്ലാൻ ഉണ്ടോ? അല്ല, സാധാരണ ഫാദരിക്ക് ശേഷമേ ശബ്ദം കേൾക്കാറുള്ളൂ. ഇന്ന് പതിവില്ലാതെ സന്ധ്യക്ക് കേട്ടപ്പോ എന്തോ പുതുമയുള്ളത് പോലെ തോന്നി. എന്നാൽ ഇന്ന് പുതുമ മായാത്തൊരു ദിവസമാണ്. കണ്ണടച്ചേ, ഞാനൊരു സമ്മാനം തരാം. അടച്ചു. കൈ നീട്ടിക്കേ. ഇല്ല, ഓട്ടക്കണ്ണിട്ട് നോക്കിയാൽ ഞാൻ തരില്ല. എന്നാ വേണ്ട, ഞാൻ പിന്നെ അങ്ങനെ ഞാനങ്ങ് വിടുവോ? വിടുന്നേ, ആരെങ്കിലും കാണും. പിള്ളേര് വരുന്നു. അത് ശരി, നീ എന്നെ പറ്റിക്കായിരുന്നില്ലേ? അല്ല, ഈ വയസ്സുകാലത്തില് പുതിയൊരു ശൃംഗാരം. എന്താ പൊതിയില്? ഇന്ന് എന്താ ദിവസം? വെള്ളിയാഴ്ച. ആഴ്ചയല്ല, തീയതി 26. ജാനുവരി 26. ജനുവരി 26. ഓ, 28 വർഷങ്ങളായി. അതെ, നമ്മുടെ 28ാം വിവാഹ വാർഷിക ദിനമാണ്. 28 വർഷങ്ങൾ കടന്നുപോയത് എത്ര പെട്ടെന്നാണ്. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. ഈ തെണ്ടിയുടെ പുറകെ ചുറ്റിക്കറങ്ങരുന്ന് നിന്നോട് എത്രയോടെ പറഞ്ഞിട്ടുണ്ട്? പെട്രോളും ഡീസലും കുടിച്ച് ജീവിക്കുന്നവന് എന്നെ വളർത്തുവട്ടിയുടെ യോഗ്യനെങ്കിലും ഉണ്ടോ? നീ ഇനി ഒരു അക്ഷരം സംസാരിക്കരുത്. നിന്റെ അഹങ്കാരം ഇന്നത്തോടെ അവസാനിപ്പിക്കുന്നുണ്ട്. വാടിവിടെ. എടാ, മേലാൽ നീ താമസിച്ചാൽ അന്നു മുതൽ നീ ഭൂമത്തുണ്ടായിരിക്കില്ല. ബി കെയർഫുൾ. വാടിവിടെ. എന്റെ രാധയെ കൊണ്ടുപോകാൻ. നിന്റെ രാധയോ? അതെ. അവൾ എവിടെ? അങ്ങനെ ഒരു രാധ ഇവിടില്ല. SP ടെക്സ്റ്റൈൽസ് ഓണർ ശേഖരമുള്ള മകളെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഒരു സാധാരണ മെക്കാനിക്കിന്റെ പുറകെ ഇറങ്ങിപ്പോകാനല്ല ഞാൻ അവളെ വളർത്തിയിരിക്കുന്നത്. നിനക്ക് പോകാം. രാധയില്ലാതെ ഞാൻ ഇവിടുന്ന് പോയില്ല. രാജൻ, ജീവിക്കാൻ ആഗ്രഹമുള്ള മനുഷ്യൻ അപകടമരണം ക്ഷണിച്ചു വരുത്തുന്നത് ബുദ്ധിശൂന്യതയാണ്. ജീവിതത്തിലും മരണത്തിലും രാധ എന്നോടൊപ്പം ഉണ്ടായിരിക്കും. ചോരത്തിളപ്പുകൊണ്ട് അർഹതയില്ലാത്ത നേടാമെന്ന് വിചാരിക്കരുത്. അങ്ങയുടെ ഭാഷ എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. കമാൺ. SP ടെക്സ്റ്റൈൽസ് ഓണർ ശേഖരപിള്ളയുടെ ചെക്ക് ഇന്നോളം മാറാതിരുന്നിട്ടില്ല. നിനക്ക് ആവശ്യമുള്ള തുക ഈ ചെക്കിലൂടെ എഴുതിയെടുക്കാം. ഇതുകൊണ്ട് എന്റെ ജീവിതം പൂർണ്ണമാകുമെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും. എന്റെ അഭിമാനവും നിന്റെ ഭാവി സുരക്ഷിതം അടങ്ങിയിരിക്കുന്നത് ഇതിലാണ്. ഇനി നാം തമ്മിൽ ഒരു വിലപേശലുണ്ടായിക്കൂടാ. എന്നെ വിലയ്ക്ക് വാങ്ങാനാണോ അതോ എന്നെ കൊണ്ട് രാധയെ വിൽപ്പിക്കാനാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? രണ്ടായാലും. അങ്ങയുടെ ചെക്ക് ഇതുവരെ മടങ്ങിയിട്ടില്ല. ഇതും മടങ്ങയില്ലെന്നാണ് എന്റെ വിശ്വാസം. നിനക്ക് ഇത്ര ധിക്കാരമോ?
തിരിച്ചടിക്കാൻ കഴിയാഞ്ഞിട്ടല്ല. പക്ഷെ അങ്ങേപ്പോലെ നെറുകെട്ട സംസ്കാരത്തിലല്ല ഞാൻ വളർന്നത്. പീറ്റർ, മാസ്റ്റിൻ, ആ പട്ടിയെ ചവിട്ടി പുറത്താക്കി.